ഗുജറാത്തിലെ അഹമ്മദാബാദ് ആകാശ ദുരന്തത്തോടെ രാജ്യത്തെ യാത്രാവിമാനങ്ങളുടെ സുരക്ഷയാണ് ആശങ്കപ്പെടുത്തുന്നത്. മുന്നൊരുക്കങ്ങളും കരുതലുമില്ലാതെയുള്ള സ്വകാര്യവൽക്കരണം വ്യോമയാന മേഖലയിലെ മികവ് ചോർത്തുന്നു. വർദ്ധിച്ചുവരുന്ന യാത്രാവിമാന തകരാറുകളും അപകടങ്ങളും ഒന്ന് പരിശോധിക്കാം. ഇതാദ്യമല്ല രാജ്യത്തെ കണ്ണീരിലാഴ്ത്തിയ ആകാശ ദുരന്തം. ഓരോ തവണ വിമാനാപകടം നടക്കുമ്പോഴും കേന്ദ്ര സർക്കാർ പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട്. എന്നാൽ അതെല്ലാം വെറും പ്രഖ്യാപനങ്ങൾ മാത്രമായി മാറുന്നു. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് വ്യാഴാഴ്ച നടന്ന എയർ ഇന്ത്യ വിമാനാപകടം. വിമാനത്തിലുണ്ടായിരുന്നത് 242 യാത്രക്കാരാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒട്ടനേകം വിമാനാപകടങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത്. 2020 കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റൺവേയിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തെന്നി മരണപ്പെട്ടത് 20 യാത്രക്കാരാണ്. അപകടത്തിന് കാരണം കാലാവസ്ഥ മാത്രമായിരുന്നില്ല, റൺവേയുടെ തകരാറ് കൂടിയായിരുന്നു. 2010 ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ വിമാനം മംഗലാപുരം വിമാനത്താവളത്തിൽ ഇറങ്ങാനിരിക്കെയാണ് അപകടം സംഭവിച്ചതും 158 യാത്രക്കാർ മരിച്ചതും. 1990 ബംഗളൂരു എയർപോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കെയാണ് ഇന്ത്യൻ എയർലൈൻ ഫ്ലൈറ്റ് 605 തകർന്നു വീണത്. ഏറ്റവും കൂടുതൽ യാത്രാവിമാനങ്ങൾ തകരുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയും സ്ഥാനം പിടിക്കുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. സാങ്കേതിക തകരാറും സുരക്ഷാ സംവിധാനത്തിൽ വരുന്ന വീഴ്ചയും കാരണമാണ് പല അപകടങ്ങളും സംഭവിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.